ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു പോപ്കോൺ ഉണ്ട്. അത് നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് കരുതി. സൂപ്പർ സാധനമാണ്. പറയാത്തവരുണ്ട്, നിങ്ങളോട് ഒന്ന് പഠിക്കുന്നത് സിമ്പിളാണ്. അപ്പോൾ ഒരു അടി കട്ടിയുള്ള പാത്രം ഞാൻ നോക്കിയപ്പോൾ കുക്കറേ ഉള്ളൂ, നല്ല കട്ടിയുള്ള. അത് നേരെ അങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് ഒരു കുറച്ച് പീസ് ബട്ടർ അങ്ങോട്ട് ഇടണം. ബട്ടർ ഇട്ടിട്ട് നമ്മൾ മേടിക്കുന്ന പോപ്കോണില്ലേ, അതൊരു എരിവ് മാത്രമേ ഉള്ളൂ, വേറെ ഫ്ലേവർ ഒന്നും ഇല്ലാത്ത ടൈപ്പാണ് ഞാൻ മേടിച്ചത്. അതായത് ബട്ടർ, ചോക്ലേറ്റ്, അങ്ങനെ ഓരോ ഫ്ലേവേഴ്സിൻ്റെ കിട്ടും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നേരെ അതിട്ടിട്ട് ഈ ബട്ടറായിട്ട് നല്ല രീതിയിൽ അത് മിക്സ് ആകണം. എന്നാലേ എല്ലാത്തിലും ഒരു ബട്ടറിൻ്റെ ടേസ്റ്റ് വരത്തുള്ളൂ. അങ്ങനെ മിക്സ് ചെയ്തിട്ട് നേരെ അങ്ങോട്ട് അടച്ച് വെക്കണം. വിസിലൊന്നും ഇടണ്ട, ചുമ്മാ നമ്മൾ അടച്ച് വെക്കത്തില്ല. ഇതിന് എനിക്ക് വേറെ അടപ്പൊന്നുമില്ല, അതിൻ്റെ അടപ്പ് തന്നെ അടച്ച് വെച്ച്. അപ്പോൾ തന്നെ എല്ലാ സംഭവവും നമുക്ക് സെറ്റായി കിട്ടും. അത് നേരെ ഒരു ബൗളിനകത്തോട്ട് മാറ്റണം. ആ രീതി കഴിക്കേണ്ടവർക്ക് ആ രീതിയിൽ കഴിക്കാം. ഞാൻ കഴിച്ച് നോക്കിയപ്പോൾ നല്ല ബട്ടറിൻ്റെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ വേറൊരു രീതിയുണ്ട്, അത് നമുക്ക് കാണിച്ചു തന്നാലോ. നേരെ ഒരു പാത്രം എടുത്ത് വെക്കുക, 2-3 സ്പൂണ് പഞ്ചസാര അങ്ങോട്ട് ഇടുക. അത് ജസ്റ്റ് ഒന്ന് മെൽറ്റ് ആകുന്ന ടൈമിൽ വേണം ഒരു പീസ് ബട്ടർ അങ്ങോട്ട് ഇടുക. എന്നിട്ട് പഞ്ചസാരയും ബട്ടറൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. ഒത്തിരി അങ്ങ് കരിഞ്ഞു പോകരുത്. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നിടം വരെ ഇത് ഉരുക്കിയെടുക്കണം. ഉരുക്കിയെടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഈ പോപ്കോൺ നേരെ ഇതിനകത്തോട്ട് തട്ടണം. കൈ വിടാതെ ഇളക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങ് കട്ടിയാവും ഈ പഞ്ചസാര. അപ്പോൾ ഈ പോപ്കോണിൽ എല്ലായിടത്തൂടെ ആകത്തില്ല. അങ്ങനെ അത് നല്ല രീതിയിൽ കറക്കി തിരിച്ച് പിരിച്ച് എങ്ങനെയൊക്കെ ആവുന്ന എല്ലായിടത്തും ആയാൽ മതി. ആ രീതി കട്ടിയാകുന്നതിന് മുമ്പ് എല്ലാം ഇളക്കിയെടുക്കണം. ഇളക്കിയെടുത്താലും തണുക്കുമ്പോൾ ഇതെല്ലാം കൂടെ കട്ട പോലെ പിടിച്ചിരിക്കും. പക്ഷെ നമ്മളിങ്ങനെ പിച്ചി പറിച്ച് കഴിഞ്ഞാൽ എല്ലാം ഓരോന്നോരോന്ന് ആകുന്ന വിധം നമുക്ക് കിട്ടും. ചില്ലറ പൈസയുടെ സൗണ്ട് പോലത്തെ സൗണ്ടിൽ നമുക്ക് കിട്ടും. അത് നേരെ ആ ബൗളിനകത്തോട്ട് തട്ടണം. സൂപ്പർ ടേസ്റ്റ് കേട്ടോ. എനിക്കിത് ഉണ്ടാക്കിയപ്പോൾ പെട്ടെന്ന് വന്നതെന്ന് പറയുന്നത്, നമ്മൾ തിയേറ്ററിൽ ചെന്ന് പോപ്കോൺ മേടിക്കാൻ നിൽക്കുമ്പോൾ ഒരു മണമില്ലേ, ബട്ടറിൻ്റെ അതിൻ്റെ ഇതിൻ്റെയൊക്കെ സെയിം മണം. ഈ രീതിയിൽ ഉണ്ടാക്കാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കണേ. മറ്റേ തിന്നുന്നതിനെക്കാട്ടി എനിക്കിത് ഇഷ്ടമാണ്. സൂപ്പർ കിരിന്നിരിക്കും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. ചോക്ലേറ്റ് കൊണ്ടും ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അതറിയത്തില്ലെങ്കിൽ ഞാൻ വേണമെങ്കിൽ അതിനെ വീഡിയോ ഇട്ടേക്കാം. നിങ്ങളൊന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ ബൈ.